സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് 1 ബ്ലോക്ക് ആണ്. എന്നാൽ ആ കളിച്ചു തുടങ്ങാം. അയ്യോ, ഫസ്റ്റത്തെ 4 നിലത്തോട്ട് വീണ്. ഫസ്റ്റത്തെ ഡയറക്റ്റ് തന്നെ നമ്മളെ നിലത്തോട്ട് വീണിരിക്കുന്നു. ഐശ്വര്യമുള്ള കളിയാണോ? ഇതൊക്കെ ചാട. കിട്ടി സെക്കൻഡ് കിട്ടി കേട്ടോ. ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുക. ഏത് നിലത്തോട്ട് വീണ് കാഞ്ചിയ. ഇവിടെ 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 സൂക്ഷിച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇവിടെ 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 ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുക 30 പ്രാവശ്യമെങ്കിലും മുറിക്കണം എന്നാണ് പറയണത് അതിൽ. ഇനി ഒരു ലെയറോട് വെക്കണോ? ലെയറോട് വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഇത്ര മതി. അയ്യോ, ഇതേ പോകണം. ഒരു ലെയർ വെച്ചേക്കാം. 30 ആശായി. ഒരു ലെയറോട് വെക്കാം നമുക്ക്. 1 ലെയർ. അയ്യോ, ഏതായിരുന്നു വന്നത്? ഇതായിരുന്ന ഇതായിരിക്കും. ഇത് തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് വയ്ക്കാം. സെറ്റ്, കുഴപ്പമില്ല. എത്രയൊക്കെ ചെയ്താലും നിലത്തിട്ടില്ല. ആദ്യത്തെ വുഡാട്ടോ നമുക്ക് കിട്ടണേ. ആദ്യത്തെ വുഡ് മുറിച്ച്, രണ്ടാമത്തെ വുഡും മുറിച്ച്. അയ്യോ, തെറിച്ച് പോകണ്ടട്ടോ. എന്നാലും കുഴപ്പമില്ല. പത്രം നീട്ടിയാൽ മതി. അധികം നീട്ടാൻ നിന്നാലേ പണി കിട്ടും. ബാക്കി ഡയറക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതേ പോണു. എന്നാ ഇങ്ങനെ മുറിക്കുക. ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയാലോ എന്നാണ് ഞാൻ ഉണ്ടാക്കാം. ഒരു ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കാല്ലേ? മരം വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല. നമുക്കൊന്ന് കുറച്ച് ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിള് എന്നാ പിടിച്ചോ. ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പിക്കും ഉണ്ടാക്കാം, ഒരു ആക്സ് ഉണ്ടാക്കാം. പിക്കും ആക്സായി. പിക്കാക്സ്. കുഴപ്പമില്ല. ഇങ്ങനെ മുറിച്ചോണ്ടിരിക്കുക. കിട്ടോ ഗൈസ്? ഇപ്പം തന്നെ വരാട്ടോ. ഒരു നോക്കാൻ പോയതാ ഞാൻ. മരം കുറച്ചുകൊണ്ട് സ്പീഡിൽ മുറിക്കാൻ പറ്റില്ല. ഇപ്പോൾ വേണ്ട, ബുദ്ധി വെച്ച് കളിക്കണം. ഇങ്ങനെ 1 ബ്ലോക്ക് ആട്ടോ ഗൈസ്. ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇത് മാത്രം മുറിക്കാൻ വെച്ചോളൂ. അതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ. അല്ലാത്ത സമയത്തിൽ നമുക്ക് പെട്ടെന്ന് റീസോഴ്സ് കിട്ടും. ഇതിൽ ഇത് മാത്രം മുറിക്കാൻ പറ്റുള്ളൂ. ഇത് മാത്രം മുറിച്ച് നമ്മൾ റീസോഴ്സ് ഉണ്ടാക്കേണ്ടി വരും. എൻഡ്രാഗനെ എങ്ങനെ തോപ്പിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്ക് ഇത് മുറിച്ച് പോകുമ്പോൾ അറിയാം എന്താ സംഭവിക്കണേന്ന്. ഇപ്പോൾ പ്രോസസ്സ് എന്ന് പറഞ്ഞ മേളിലൊരു സാധനം കാട്ടുന്നുണ്ട്, പ്രോഗ്രസ് എന്ന് പറഞ്ഞ്. അപ്പോൾ അത് നമ്മൾ എന്താവും നോക്കാം. അതൊരു 150 ആകുമ്പോൾ വരും. 150 ആകുമ്പോൾ കാട്ടും. 150 വരെ നമുക്ക് കുഴിച്ചോണ്ടിരിക്കാം കേട്ടോ. കുഴിക്കാം. പിന്നെ നിങ്ങൾ എൻ്റെ കഴിഞ്ഞത്തെ വീഡിയോ കണ്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ 4-5 വീഡിയോ ഇട്ടുണ്ട് കേട്ടോ. ഇൻസൈഡ് എന്നൊക്കെ പറയുന്ന ഗെയിമിൻ്റെ ഉണ്ട്. പിന്നെ വേറെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഉണ്ട്. പിന്നെ സ്കൂൾ ബേ റൺവേ എന്ന് പറഞ്ഞ ഗെയിമുണ്ട്. ആ 4-5 ഞാൻ കളിക്കുന്നുണ്ട് ഇപ്പോൾ.
മൈൻക്രാഫ്റ്റ് ആണ് ഇപ്പോൾ രണ്ടാമത്തെ വർഷം കളിക്കുന്നത്. ബാക്കിയൊന്നും എൻ്റെ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് മുറിക്കുക. ഇത് 50 ആക്കട്ടെ കേട്ടോ. 50 ആക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. 50 ആക്കി. അയ്യോ ഇതാരി പേടിച്ചും പോയി. മിസ്റ്റീരിയസ് ട്രേഡർ. ഇത്രയും ഡയറക്റ്റ് കൊടുത്ത് ഇത്രയും കിട്ടും. നമുക്ക് ഇത് വാങ്ങിയാലോ? വലിയ ലാഭം എന്നുള്ളതല്ല. ഓർഡർ എ ഗാസ്റ്റ് ട്രേഡർ വിൽ നെക്സ്റ്റ് ടൈം ദേ വിസിറ്റ്. ഗൈസ് ഞാനൊന്ന് കാര്യം ചെയ്യാം. ഇത് വാങ്ങിയാലോ? ഇത് വാങ്ങാലേ? ഇത് ഓർമ്മ ഒറ്റ ഓർമ്മ മതി ഗൈസ്. ഡേർട്ടിന് നല്ല വില ഉണ്ട് കേട്ടോ ഇവിടെ. ഡേർട്ട് നമുക്ക് കളയാൻ പാടില്ല അധികം. സാധാരണ വേൾഡിൽ നമുക്ക് ഡേർട്ട് എന്ന് പറഞ്ഞാൽ പുല്ല്, അത് എവിടെയാണ് നോക്കിയാൽ കിട്ടും. പുല്ല് വിലയാണ് ഡേർട്ടിനൊക്കെ അവിടെ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഡേർട്ടാണ് നമുക്കല്ല. ഡേർട്ട് ഉണ്ടായാലാണ് എന്തുകൊണ്ട് ചെയ്യേണ്ടത് നമുക്ക്. വേറെ മണ്ണ് വേണം മരം നടാൻ എല്ലാത്തിനും. ഞാൻ ഇത് 50 ആക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാട്ടാ. ഇത് 50 ആക്കിയിട്ട് എന്തോരം പറയണേ. നമുക്ക് ഞാൻ ചെയ്യുന്ന ഇവിടെ ആയിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം. വെച്ചിട്ട് നമുക്ക് ഇതുണ്ടാക്കാം. മറ്റേ ഒരു സൈഡായിട്ട് ഫാർമിങ് ഏരിയ, ഒരു സൈഡായിട്ട് ബിൽഡിങ് ഏരിയ, അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഓർഗനൈസ്ഡ് ആയിരിക്കും നമ്മുടെ. പക്ഷേ നമ്മുടെ വീട് വെക്കുന്ന സ്ഥലം സൈഡിൽ ഫാർമിങ് എന്ന് പറഞ്ഞാൽ ഈ നെല്ലൊക്കെ നടണേ. ഒരു സ്ഥലത്ത് കൗ ഫാർം, ഒരു സ്ഥലത്ത് നമുക്ക് വില്ലേജർ ട്രേഡിങ് ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കാം. ഇപ്പം നമുക്ക് നമ്മുടെ വീട് വരേണ്ടത് ഇവിടെ. നിൽക്കട്ടെ കേസ് ഇപ്പം തന്നെ ആരാട്ടാ. ഗൈസ് കുറച്ച് ആൾക്കാർ ഉള്ളതാണ്. അത് കുഴപ്പമില്ല, വാ കളിക്കാം. എന്നാ നമുക്ക് ഇവിടെ എന്താണ് ഇവിടെ ചെയ്യേണ്ട? വീട്. വീട് പണിയാണ് ഇവിടെ. നമുക്ക് ഫാർമിങ് ഏരിയ അതല്ലേ സെറ്റ്. അത് മതി, എന്നാൽ അവിടെ ചെയ്യാം. അങ്ങനെ തന്നെ കേട്ടോ. ഫാർമിങ് ഏരിയ ഉണ്ടാക്കാൻ വഴിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കാം. തെറ്റിപ്പോയിട്ടോ ചെറുതായിട്ട്. ഇത് മുറിക്കുക. അല്ല ഇത് മുറിക്കണ്ട. ഓക്കെ ഇങ്ങനെ ഉണ്ടാക്കിയത്. ഒരു ബ്ലോക്ക് ഗ്യാപ്പ് ഇരുന്നോട്ടെ. ബ്ലോക്ക് ഗ്യാപ്പ് ഇരിക്കണില്ല. ഇങ്ങനെ വയ്ക്കാം. ഇവിടെ നമുക്ക് സാധനം വയ്ക്കാം. പ്ലാന്റ് ട്രീ എന്ന് പറഞ്ഞ അഡ്വാൻസ്മെൻറ്റ് വന്നിട്ടുണ്ടോ? നമുക്കെന്നാ കുറച്ചുകൂടി നല്ലോണം ആക്കാം. നമുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇതെടുത്തിട്ട് കുറച്ചുകൂടി ഉണ്ടാക്കാം. ഇതെന്തായാലും കുറേ ആവശ്യം പറ്റും നമുക്ക്. എത്ര ഉണ്ടാക്കിയാലും പിന്നെ കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ 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 ഓക്കെ. മറ്റേത് ഇവിടെയൊക്കെ വയ്ക്കിയിട്ട് ഇവിടെയൊക്കെ മണ്ണ് വയ്ക്കാനുള്ള സ്ഥലം. ഇവിടെയൊക്കെയാണ് നമ്മുടെ ഫാർമിങ് ഏരിയ. ഓക്കെ കുഴിച്ചുകൊണ്ട് പോയിരിക്കാം. എന്തെങ്കിലുമൊക്കെ പറ്റി നമുക്ക് 300 ആക്കാൻ പറയുന്നുണ്ട്. 300 ആക്കിയാൽ എന്താ പറയുന്നത്? 300 എന്നൊക്കെ പറയുമ്പോൾ കുറേ ഉണ്ട്. ഗൈസ് എന്നാൽ 300 ആക്കാം. വേഗം തന്നെ 300 ആക്കാം നമുക്ക്. സ്റ്റോണൊന്നും കിട്ടിയാലോ ഗൈസ്. സ്റ്റോൺ എപ്പോഴാണ് കിട്ടണേ? ക്രാഫ്റ്റ് ടേബിളിൽ മാറ്റി കേട്ടോ. അതിൽ പുല്ല് ഇവിടെ വളരില്ല. പുല്ല് വളരുമ്പോൾ വേറൊരു സ്ഥലമാണ്. വില്ലേജറേ ഇവിടുന്ന് പോകുമെന്ന് എനിക്കറിയില്ല. പോയില്ലെങ്കിൽ നമുക്ക് ഇവരെ ബ്രീഡ് ചെയ്ത് ഈ സാധനം ഉണ്ടാക്കാം.
എനിക്ക് സ്റ്റോൺ ടൂൾസ് ഒന്നും കിട്ടിയാൽ രാത്രിയായി ഇതുവരെയായിട്ട്. സ്റ്റോൺ ടൂൾസ് നേരിട്ടും കിട്ടിയാള. സ്റ്റോൺ ടൂൾസിൻ്റെ ഒരു ഇത് അറിയാനുള്ള നമുക്ക്. വെള്ളമെങ്കിലും തരാറുണ്ട്. വെള്ളം പോലും നമ്മുടെ കയ്യിൽ. സ്റ്റോൺ ടൂൾസ് അവിടെ സ്റ്റോൺ നിന്നാലും സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സ്റ്റോൺ താന്നോ? സ്റ്റോൺ ടൂൾസ് വന്നു കഴിഞ്ഞാൽ ഇവരെന്ത് ഇങ്ങനെ സ്റ്റോൺ ടൂൾസ് വരാൻ എങ്ങനെ ഉണ്ടാക്കുന്നത്? അതൊക്കെ എന്താണ് ഒരു ഗൈസ്? സ്റ്റോൺ തന്നെ ഇല്ലല്ലോ. അവിടെ മരം എപ്പോഴാവും ഇല്ലതാണ്. 213 ഇപ്പം 214 ആയിക്കൊണ്ടിരിക്കും. നമുക്ക് എങ്ങനെയും 300 ആക്കാം. 300 ആയി കഴിഞ്ഞാലേ കാര്യമുള്ളൂ. 300 ആയി കഴിയുമ്പോൾ ചിലപ്പോൾ മറ്റു സമയം വരും. സ്റ്റോൺ പറ്റിയിരിക്കും. സ്റ്റോൺ കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അപ്പം തന്നെ 300 ആവട്ടോ. 232 സ്റ്റിക്ക് കിട്ടി. നമുക്ക് ഇവിടെ നിന്ന് സാപ്ലിങ് കിട്ടാത്ത എന്താവും? കുറേ നേരം നമ്മൾ മുറിക്കുന്നത്. ഇപ്പോൾ സാപ്ലിങ് കിട്ടിയതുകൊണ്ട് ഈ സാപ്ലിങ് പറഞ്ഞപ്പോഴത്തേക്കും കിട്ടിയിട്ട് നമുക്ക് സാപ്ലിങ് നമുക്കൊന്ന് ഇവിടെ ഇവിടെയൊക്കെ ഇട്ട് പ്ലാന്റ് ചെയ്യാം. ഇവിടെ പ്ലാന്റ് ചെയ്യാം, ഇവിടെ പ്ലാന്റ് ചെയ്യാം. ഇവിടെ മുറിച്ചെടുത്തേക്കാം. ഇനി അവിടെ ചിലപ്പോൾ പ്ലാന്റ് വളരാൻ വഴിയില്ല. നമുക്കൊന്ന് ബാക്കിയത്തെ കണ്ടിന്യൂ ചെയ്യാം. ഒരു 500 കൂടി ആയാൽ 300 നമ്മുടെ ഡേർട്ട് ഭയങ്കര പ്രഷ്യസ് ആട്ടോ. ഈ കളിയിൽ റയറായിട്ട് ഡേർട്ടൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് കുറയ്ക്കുമ്പോൾ വല്ല മോബ്സ് വരുമോ? ഈ ഇപ്പോൾ വന്ന പോലെ തന്നെ വില്ലേജ് പറഞ്ഞാൽ തന്നെ മോബ്സൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഒന്നും പറയാനില്ല. പിന്നെ ക്രീപ്പറും ഇല്ല, അല്ലെങ്കിൽ ഓടാൻ പോലും സ്ഥലമല്ല ഇവിടെ. അയ്യോ, അടുത്ത ആള് ആരാ? ഇതില് ഡേർട്ട് കൊടുത്താൽ ഡേർട്ടല്ലേ? ഡേർട്ട് കൊടുത്താൽ ഇത് വരും. പ്രോഫിറ്റ് ഉണ്ട്. കംപ്ലീറ്റ് കൊടുത്താൽ സാൻഡ് വരും. കുറച്ച് മേടിക്കണം. പിന്നെ ഇതെന്തത്? അഴം കൊടുത്താൽ ഇത് തരും. അഴം കൊടുത്താൽ ഇതും തരും. ബോൺ കൊടുത്താൽ അഴം തരും. ബോൺ കിട്ടണമെങ്കിൽ എവിടെ നിന്ന് കിട്ടണമെന്ന് അറിഞ്ഞില്ല. ട്രേഡർ വിൽ അറൈവ് വിത്ത് ദ മോബ് നെക്സ്റ്റ് ടൈം ദേ വിസിറ്റ്. ഡയമണ്ട് കൊടുത്ത ഇത് നമുക്കിപ്പോൾ ഒറ്റ മൈൻഡിൽ ഇത് 2 വാങ്ങാം. മതി. ഡേർട്ടേ അത്യാവശ്യം പ്രഷ്യസ് അല്ലേ? നമുക്കതൊന്ന് കാര്യം ചെയ്യാം. നമുക്കിത് കുറച്ച് ലെങ്ത്ത് കൂട്ടാം. ഇല്ലെങ്കിൽ ഇത് വളരുമ്പോൾ നമുക്ക് മുറിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. 1 2 3 4 5 6 സെറ്റടിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങടും വേണം. അല്ലെങ്കിൽ ഇങ്ങോട്ട് പുറകേട്ടും വേണ്ടേ? പുറകേട്ട് സെറ്റാക്കിയാലാണ് സെറ്റാവുള്ളൂ. പുറകേട്ട് എത്ര എടുത്ത് ഞാൻ എണ്ണിയില്ല. ഇതാണോ? അത് തന്നെ. അപ്പോൾ 1 2 3 4 5 മതി. ഇങ്ങനെ തന്നെ പോകാം. ഇതിന് ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യണം കേട്ടോ നമ്മൾ. എത്ര എടുത്തു? 1 2 3 4 5 6 എടുത്തു. അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും ചെയ്യണം. 1 2 3 4 5 6 1 2 3 4 5. അയ്യോ, ഇവിടെ നിന്ന് 5 വേണമായിരുന്നു. അതാണ് കുറച്ച് ഡൗട്ട് അടിച്ചത്.
ഗൈസ് ഇങ്ങനെ 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 വെച്ച് പോവാം. കറക്റ്റായിട്ട് നമ്മളെടുത്തത്. കുറച്ചുകൂടി ഉണ്ടാക്കണം നമ്മൾ. ഒരു ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടായില്ല. അതെ, ക്രാഫ്റ്റ് ടേബിൾ എടുക്കുക, ഇത് ഇത്ര വയ്ക്കുക, വരയ്ക്കുക, ഇതുണ്ടാക്കുക. പിന്നെ ഇത് ഫില്ല് ചെയ്യുക. ഇതൊന്നും ഇതിൻ്റെ ഇടയ്ക്കടെ വയ്ക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത് കാരണം ഇതിൻ്റെ ഇടയ്ക്കടെ വെച്ചു. ഇതിൻ്റെ ഇടയ്ക്കടെ എന്തായാലും വരില്ല. നോക്കുന്ന ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനെ വയ്ക്കുക. നമുക്കിവിടെ 2 വന്നത്. നമുക്ക് ഇവിടെ വയ്ക്കാം. തെറ്റിപ്പോട്ടെ ഗൈസ്. ഇവിടെ അല്ല നോക്കട്ടെ. ഇവിടെ വയ്ക്കുക. ഇങ്ങനെ ഫുള്ളും വെച്ച് കഴിഞ്ഞാൽ മരം വളർന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പം ബിൽഡർ എന്ന് പറഞ്ഞാൽ എന്ത് സാധനം കിട്ടിയിട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ നിന്നല്ല, സോറി, നമുക്ക് ഒരു ആക്സ് ഉണ്ടാക്കിയാലോ. ആക്സ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഇത് രണ്ടും. ആക്സ് ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക്. ഞാനത് ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. തെറ്റാട്ടെ വെച്ചത്. ഇതൊക്കെ വേസ്റ്റ് ആവും നമ്മൾ തെറ്റ് വെച്ചാൽ. നേരെ അടിയിട്ടാ പോകുള്ളൂ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലത്. നമുക്ക് ഇവിടെ നിന്ന് ഒരു സാധനം പറ്റണം. ഒക്കെ ഒന്ന് അവിടെ നിന്ന് വരാം. അപ്പോൾ അത്ര വേസ്റ്റ് ആവില്ലല്ലോ. ഇവിടെ നിന്ന് വരാം. അത്ര വേസ്റ്റ് ആവാൻ വഴിയില്ല. വേണ്ട, ഇങ്ങനെ വരുമ്പോൾ കുഴപ്പമില്ല. നോക്കാം. ഇനി ഇവിടെ സെറ്റായില്ല. നോക്കി, ഇവിടെ ഒക്കെ ഉണ്ടായി. അങ്ങനെ ഫുള്ളും ചെയ്തു. നമുക്ക് മരം വളർന്നാലും കുഴപ്പമില്ല. ഇവിടെ നമുക്കൊരു ഷവലുണ്ടാക്കാം. ഷവലുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് സീനില്ല. ഇനി 300 ആക്കാം. 300 കൂടി ആക്കി കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നതാണ് ഗൈസ്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ 300 ആയി കഴിഞ്ഞാൽ തീരും. സ്റ്റോൺ ആയപ്പോഴത്തേക്കും നമ്മുടെ എപ്പിസോഡ് ഇന്നത് തീർന്നു. ഓക്കെ, ബാക്കിയത്തെ നാളെ എപ്പിസോഡിൽ കളിക്കാം. ശരി ഗായ്സ്, നാളത്തെ എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.